ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഡൽഹി കേരള ഹൌസിലെത്തിയിരിക്കുകയാണ്. ജമ്മു പഞ്ചാബ് സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഡൽഹിയിലെത്തിയത്. താമസിക്കുന്ന സ്ഥലത്ത് വലിയ പൊട്ടിത്തെറികൾ നടന്നതായി വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. വിവരങ്ങളുമായി തൗഫീഖ് അസ്ലമാണ് ചേരുന്നത്. തൗഫീഖ്, ഇപ്പോൾ 75ഓളം വിദ്യാർത്ഥികളാണ് ഡൽഹി കേരള ഹൌസിലെത്തിയിട്ടുള്ളത്. പക്ഷേ അതിലുമപ്പുറം വിദ്യാർത്ഥികൾ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിവിധയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ എത്തിച്ചേരാൻ ഒരുങ്ങുകയാണോ? ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നു വരുന്നുണ്ടോ? അധികം നിലവിൽ 75 വിദ്യാർത്ഥികളാണ് കേരള ഹൌസിലെത്തിയതായിട്ട് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കേരള ഹൌസിലെത്തിയിരിക്കുന്നത്. അതുകൂടാതെ ചണ്ഡീഗഡിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ കൂടി കേരള ഹൌസിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജമ്മുവിൽ താമസിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവരും ഇപ്പോൾ കേരള ഹൌസിലെത്തിയിട്ടുണ്ട്. എല്ലാവരും കേരള ഹൌസിലാണ് ഉള്ളത്. ചില ആളുകൾ ഇതിനോടകം തന്നെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മറ്റാളുകൾ ഇന്ന് രാത്രി നാളെ രാവിലെ ട്രെയിനിലും വിമാനങ്ങളിലും ഒക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവർ ഇന്ന് രാത്രി നാളെ വൈകുന്നേരവുമായിട്ട് ആ നാടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേരള ഹൌസിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും റൂമുകൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും കേരള ഹൌസ് അധികൃതർ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെയുള്ള ആളുകൾക്കും ഒരുക്കി നൽകിയിട്ടുണ്ട്. മുതിർന്ന ആളുകളും പ്രായമായ ആളുകൾ ഉൾപ്പെടെ കേരള ഹൌസിലുണ്ട്. അവർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കേരള ഹൌസിൽ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇനിയും വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരള ഹൌസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ട്. ആ കൺട്രോൾ റൂം വഴി ബന്ധപ്പെടാനും അവർക്ക് സാധിക്കും. അതുവഴി അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഈ വിദ്യാർത്ഥികൾ എങ്ങനെയൊക്കെയാണ് അവിടെ ഡൽഹി കേരള ഹൌസിൽ എത്തിച്ചേർന്നത്? ഫ്ലൈറ്റ് മാർഗവും ട്രെയിൻ മാർഗവും ഒക്കെ തന്നെയാണോ അവരെത്തിയത്? അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച്, തുടർച്ചയായി വെടിയൊച്ച കേട്ടതും സ്ഫോടന ശബ്ദങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവർ പറയുന്നത്? വിദ്യാർത്ഥികൾ വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ ട്രെയിനുകളിലും എല്ലാമായിട്ടാണ് ഡൽഹിയിലേക്ക് തിരിച്ചത്. സ്വന്തമായി ട്രാവലർ ഉൾപ്പെടെ ബുക്ക് ചെയ്തു വന്ന വിദ്യാർത്ഥികളുണ്ട്. കൂടാതെ ജമ്മുവിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ ഡൽഹിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ആ സ്പെഷ്യൽ ട്രെയിനുകളിൽ വന്ന വിദ്യാർത്ഥികളുമുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ അവർ നാടുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ്. നേരത്തെ നമ്മൾ വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ താമസിക്കുന്ന ഇടത്ത് ചില പൊട്ടിത്തെറികൾ ഉൾപ്പെടെ കണ്ടതായിട്ട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മിസൈൽ ആക്രമണം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അതിവർ താമസിക്കുന്ന സ്ഥലത്തിന് മുകളിൽ ഇത്തരത്തിൽ മിസൈലുകൾ ഉൾപ്പെടെ ഡ്രോണുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന കണ്ട നിരവധി വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ ഭയന്ന് വന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ ആളുകളും. ഇനിയും നിരവധി വിദ്യാർത്ഥികൾ ഈ പറയുന്ന പഞ്ചാബിലും അതോടൊപ്പം തന്നെ ചണ്ഡീഗഡിലും ജമ്മുവിൽ ഉൾപ്പെടെ നിലവിലുണ്ട്. സർവകലാശാലയിൽ തന്നെ കഴിയുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരും തിരികെ വരാനൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ആളുകൾ വിവിധയിടങ്ങളിൽ ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവരെ കൂടി എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർ വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നിരവധി വിദ്യാർത്ഥികളാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ ജമ്മു പഞ്ചാബ് സർവകലാശാലയിൽ നിന്നുള്ള 75ഓളം വിദ്യാർത്ഥികളാണ് ഡൽഹി കേരള ഹൌസിലെത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ കേരളത്തിലേക്ക് മടക്കി അയക്കാനുള്ള, നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും സജീവമാകുന്നുണ്ട്. അവരെല്ലാം പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വെടിയേച്ചുകളുടെയും അതുപോലെ തന്നെ സ്ഫോടന ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും ഒക്കെ വലിയ ആശങ്കയിലായിരുന്നു. അപ്പോൾ കിട്ടിയ വണ്ടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് അവരെന്തായാലും ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ നിന്ന് വിമാനമാർഗമോ ട്രെയിൻ മാർഗമോ തന്നെയായിരിക്കും വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.